അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് പ്രവീൺ പ്രടം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് വന്നപ്പോഴത്തേക്കിന് കുറേ ആൾക്കാർ വന്നിട്ട് നിനക്കുള്ള മറുപടി വീഡിയോ ആയിട്ട് അവർ എത്തിയിട്ടുണ്ട്, നീ വേഗം പോയി കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ തോന്നി. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലൈഫിൽ അവരിപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ പറഞ്ഞപ്പോഴത്തേക്കിന് കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി. ആൻഡ് അവർക്കുണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ എവിടേക്കോ നമ്മളും കാരണമായി എന്നറിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല റിഗ്രറ്റും കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ രണ്ട് തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, ആക്ച്വലി ഞാനൊരു 2 വീഡിയോ ഞാൻ പ്രവീൺ പ്രണവ് റിലേറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ആദ്യം ഒരു 10,000 വ്യൂസ് എന്തോ കയറുന്ന ടൈമിൽ വരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വല്ല ഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ്, ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റീവ് കമൻറ്റ്സ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പ്രവീൺ പ്രണവിൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. ഈ വീഡിയോ വന്നതിന് ശേഷം പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നീ എന്താ കൊണയടിക്കുന്നത്, എന്താ നീ അവരുടെ ആവശ്യമില്ലാതെ അവരുടെ ലൈഫിൽ കയറി ഇടപെടുകയാണ്, നീ അവരോട് അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് കുറേ തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് ആലോചിക്കുന്നത്, ഈ ആൾക്കാരൊക്കെ തന്നെ അല്ലേ അവരുടെ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ കൊച്ചു എവിടെ, അച്ഛൻ എവിടെ, നിങ്ങൾ അത് പറയുന്നില്ല ഇത് പറയുന്നില്ല, എന്തുകൊണ്ട് പറയുന്നില്ല, അൺസബ്സ്ക്രൈബ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാർ നിങ്ങളൊക്കെ തന്നെ അല്ലേ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും മാന്യന്മാർ, നമ്മൾ വീഡിയോക്കകത്ത് ഇത് സംസാരിച്ചപ്പോഴത്തേക്കിന് നമ്മളെന്തോ വലിയ മഹാഭാവം ചെയ്ത ആൾക്കാർ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ നല്ല വർത്തമാനം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവർക്കുള്ള എല്ലാവിധ മറുപടിയും ഞാൻ ഈ ഒരു വീഡിയോക്കകത്തൂടെ തരുന്നതായിരിക്കും. ആൻഡ് ആദ്യം നമുക്ക് പ്രവീൺ ആ ചേട്ടന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട്, നിനക്ക് കറങ്ങാൻ കാശുണ്ട്, നിനക്ക് കാർ വാങ്ങാൻ കാശുണ്ട്, നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളിൽ പോകാനും എല്ലാത്തിനും കാശുണ്ട്. നിന്റെ വൈഫ് ഡെലിവറി ആയപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ ഇതിൽ പൈസ ഇല്ല. ഇത് റിയാക്ട് ചെയ്തിടുന്ന കുറെ വിവരമില്ലാത്ത ആൾക്കാരും എനിക്ക് അവരോടാണ് പറയാനുള്ളത്. എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം. ഞാൻ അവിടെ ജനിച്ചതാണ്. പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്, നമ്മൾ പുനലൂരാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ അവിടെ മതി നേട്ടനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ 3 ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പൊ പേഴ്സണലി അവിടെ അറിയാം, നല്ല ക്ലീനും ആണ് അവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും നമുക്കറിയാം, ഒരു കുഴപ്പമില്ല, സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവര് അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത്. ഇവിടുന്ന് നമ്മൾ പോകുന്നതിന് മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് എന്ന്. ഓൾറെഡി ഇവിടുന്നാണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ SIT എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജ് ആണ്. അതെ, അതിന് സ്പെഷ്യലായിട്ടൊരു വിങ് തന്നെ ഉണ്ട്. അവര് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നു കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നു. ഈ പൈസ ഇത്ര ഉണ്ടായിട്ട് ഗോവയിൽ പോകാൻ പൈസ ഉണ്ട്, അതിന് പോകാൻ പൈസ ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? ഇതൊക്കെ നമ്മളെന്തായാലും ഇത് നമ്മൾ വീഡിയോക്കകത്തോടെ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ എന്തിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കി പ്രൊമോഷൻ ആ സാധനം പറയുന്നുണ്ട്, അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ഈ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ മൊത്തം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പൈസയൊക്കെ ഉണ്ടായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്, എന്തിനാണ് നിങ്ങൾ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കിടന്നിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഓക്കെ, ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇതേ സംസാരിക്കുന്ന ആൾക്കാരാണ് പിന്നീട് ഇപ്പുറത്ത് വന്നിട്ട് ഈ കമൻറ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തെന്നും പറഞ്ഞിട്ട് അതിനെതിരെയാണ് സംസാരിച്ചുള്ളത്. നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് അല്ല കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് നേരെ പിന്നീട് ഉൾട്ടയടിച്ചിട്ട് നമ്മൾ മാത്രം എന്തോ വലിയ അപരാധം പറഞ്ഞ പോലെയാണ് കുറേ ആൾക്കാർ വന്ന് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവരെ കൊണ്ടുപോകാൻ പാടില്ല എന്നും അല്ലെങ്കിൽ SIT അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു എന്നൊന്നും ആരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഇവർ താലൂക്ക് ആശുപത്രിയിൽ പോകാനെ കൊണ്ട് ഇവിടുത്തെ ആംബുലൻസ് വിട്ട് തന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ അവിടെ എന്തോ സ്ട്രൈക്കോ കാര്യങ്ങളോ എന്തോ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ആംബുലൻസ് അവർ ഡ്രൈവേഴ്സൊക്കെ സ്ട്രൈക്ക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലൊരാൾക്ക് ഒരു ഇഷ്യൂ വരുമ്പോഴും ഇവരെ ഇതേപോലെ സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയുടെ താഴെ ഒരു ഡോക്ടർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു രണ്ടാമത്തെ വീഡിയോക്കകത്തോടെ ഞാൻ ആ ഒരു മിസ്റ്റേക്ക് തിരുത്തിയതുമാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ സംസാരിക്കരുത്. കാരണം അന്നത്തെ ദിവസം അവിടെ എന്തോ അവർക്ക് സാലറി കിട്ടാതെ അത്രയും ബുദ്ധിമുട്ടായിട്ട് നിന്ന്, കാര്യം അവരുടെ വീട്ടിലും കഞ്ഞി വേണ്ടേ, അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിന്ന് അത്രയും ഗതി കെട്ടിട്ടാണ് അവരങ്ങനെ ഒരു സ്ട്രൈക്ക് എടുക്കേണ്ടി വരുന്നത്. കാര്യം അവരുടെ അവസ്ഥ സംസാരിക്കാൻ ആൾക്കാരും ഇല്ല എന്നുള്ളതുകൊണ്ട് ആ സാധനം നമ്മൾ ഇതിനകത്ത് വീഡിയോക്കകത്ത് പിന്നെ രണ്ടാമത് നമ്മൾ തിരുത്തി നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ
ഇവർക്ക് ഈ പറയുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവർ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയുന്നതിനൊപ്പം തന്നെ അവരിങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാമായിരുന്നു. ജസ്റ്റ് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ പേര് നിനക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിനക്ക് എത്ര രൂപ കിട്ടി എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പറയേണ്ടി ഇത് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടത് ഇത് പ്രൊമോഷൻ ആണോ ആ ഹോസ്പിറ്റലിന് വേണ്ടി എന്തിനാണ് ഗൈസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്നത്? നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു നമ്മൾ സത്യസന്ധമായിട്ടുള്ള നമുക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഷെയർ ചെയ്തത്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താ പ്രൊമോഷൻ ആണോ എന്നൊക്കെ ചോദിച്ചത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ വീഡിയോ ഉണ്ടവർക്കറിയാം. 2 വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പ്രൊമോഷനാണ് കൂടുതൽ ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവർ പറയുന്നുണ്ട് ഇവരുടെ എക്സ്പീരിയൻസ് ആണ് വന്ന് പറയുന്നത്, ഇവർക്ക് നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ SAT ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടല്ല ഞാൻ എവിടെയും വന്ന് സംസാരിച്ചിട്ടുള്ളത്. അവിടെ അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയിട്ടേ അല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് പൊതുവായിട്ടുള്ള ജനറലൈസ് ചെയ്തിട്ടുള്ള സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് SAT ഹോസ്പിറ്റൽ തന്നെയാണ് എന്ന് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ലാസ്റ്റ് വീഡിയോക്കകത്തെല്ലാം ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് വരുന്നതിന് മുമ്പേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത്രത്തോളം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഇവരോട് എതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. കാര്യം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ നല്ല കുണച്ച വർത്താനം പറയും. നീ എന്താ കുണ അടിക്കുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം, മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണ് എന്നൊക്കെ കുറേ ടീംസ് കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്കായിട്ട് ഞാൻ പറയുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മന്ത്രിപുത്രന്മാരും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ മറ്റ് വിദേശത്തേക്കൊക്കെ പോകുന്നത്? പിന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന കെയർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ഇപ്പോൾ ഇവരാണെങ്കിൽ തന്നെ ഇവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയോ അല്ലെങ്കിൽ മോശം ട്രീറ്റ്മെൻറ്റോ ഒക്കെ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും പിന്നീട് അവർക്കത് മോശമായിട്ട് ബാധിക്കും. കാര്യം ഇവർ വീഡിയോക്കകത്തോട് അതൊന്ന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അത് മോശമായിട്ട് ബാധിക്കും. അതേസമയം ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും? സാധാരണക്കാരൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്ന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റൂല. കാരണം ഇവർ ഈ പറയുന്ന പോലെ ഇവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവർ പറഞ്ഞത്. അതങ്ങനെ ഇരിക്കട്ടെ, അവർക്ക് നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്, അത് നല്ല കാര്യം തന്നെ. ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ലാസ്റ്റ് വീഡിയോക്കകത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുണച്ച കമൻ്റ് ഇടാൻ വെക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആർക്കൊക്കെ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കിട്ടുന്നതെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫാമിലിയിൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതൊരു സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി നടത്തി. പിന്നീട് അത് കഴിഞ്ഞിട്ട് 1.5 മാസത്തോളം വീട്ടിൽ ഈ ശരീരം നടുക്കൂന്ന് കീറിയിട്ട പോലത്തെ അവസ്ഥയിൽ ഗതികെട്ട് വീട്ടിൽ കിടക്കുക. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കൂസലും കുലുക്കോ ഇല്ലാതെ അത് മാറും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡോക്ടർ ഞങ്ങൾ അവസാനം ഇവിടുത്തെ DMOനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ത്രൂ ഇത്തിരി ഹോൾഡ് ഉണ്ടായിരുന്നു ഈ DMO ആയിട്ട്. അങ്ങനെ DMO പിന്നീട് തിരിച്ച് ഈ ഡോക്ടറിനെ വിളിച്ച് നേരിട്ട് സംസാരിക്കായിരുന്നു. നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നീട് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ, അതായത് 1.5 മാസം വീട്ടിൽ ഇത്രയും ഗതികെട്ട് കിടന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാം റെഡി ആയിട്ട് തിരിച്ച് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നു. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൻ്റെ പേരോ കാര്യങ്ങളൊന്നും പറയാത്തത് അവിടെ ആ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അത് പിന്നീട് ഒരു പണിയാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പേര് പറയാത്തത്. അവിടെ കൊണ്ടും തീർന്നില്ല. ഇനി ഇതേപോലൊരു സിറ്റുവേഷൻ മറ്റൊരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് അവിടെ ഇതേപോലൊരു സിറ്റുവേഷനായിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഞാൻ അന്നത്തെ ദിവസം അവിടെ കിടന്ന് ഇല്ലാത്ത വിഷയം ഉണ്ടാക്കി. കാര്യം അവിടുത്തെ 100% ന്യായം നമ്മുടെ ഭാഗത്ത് മാത്രമായിരുന്നു. അതും പോരാതെ നമ്മളാണെങ്കിൽ സൂപ്രണ്ടിൻ്റെ അടുത്താണെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിന് അവർക്ക് അതിനെക്കാട്ടി വലിയ ചൊറിച്ചില്ല. അതായത് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് പിടിച്ചില്ല. കാര്യം നമ്മുടെ മുടിയിൽ കളറുണ്ട്, കാതിൽ കടുക്കനുണ്ട്. അപ്പം നമ്മൾ മറ്റേ കള്ളും കഞ്ചാവും ടീംസ് ഇവിടെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഈ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് ആ ഒരു ഇഷ്യൂ അവിടുത്തെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് അവിടെ നമ്മൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ വേണോടെ പോകാനൊക്കെ. അതേസമയം നമ്മളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വലിയൊരു വ്യക്തി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അയ്യോ സാറേ പൊന്നെ തേനെ കറലേന്നൊക്കെ പറഞ്ഞ് തന്നെയായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുക. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ല കിട്ടുക. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു, ഇവിടെ പാഷാണത്തി കൃമി എന്ന് പറഞ്ഞ എല്ലാ കൂട്ടത്തിലും ഓരോന്ന് കാണും. അവർ കാരണമായിരിക്കും ഇതുപോലത്തെ മോശാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്ന് വെച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വളരെ മോശമായിട്ടൊരു സാധനമാണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന എല്ലാവരും മോശമാണെന്നോ എന്നാരും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മളെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊച്ചു അമ്മ അച്ഛൻ എല്ലാവരും എവിടെ? ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിലൊന്നും. ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ,
നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്കും വിഷമങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാവരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നും അല്ല, സ്വിച്ചിട്ട പോലെ എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെ ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം എല്ലാവർക്കും കമൻസിൽ എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ്. പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും ഉണ്ട്. അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പം നിങ്ങൾ പറയും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വ്ളോഗ് ആക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇത് വ്ളോഗ് ആക്കുന്നില്ല എന്ന്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ, ട്രാവല്, നമ്മുടെ കുടുംബമായിട്ടുള്ള യാത്ര, സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ, എൻ്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതാണ് നമ്മൾ നിങ്ങളുടെ എത്തിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്നതൊന്നും ഇതുവരെയായിട്ട് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടില്ല. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഡൗൺ സൈഡ് കാണിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ അതിനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് നിങ്ങളെ മുമ്പിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ളതോ, അല്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ് ഗൈസ്, നമുക്കും വിഷമങ്ങളുണ്ട്. നമ്മളൊരു കുടുംബമാകുമ്പോൾ ഇപ്പം നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ, വിഷമങ്ങൾ ഉണ്ടാവാറില്ലേ, ദുഃഖങ്ങൾ ഉണ്ടാവാറില്ലേ? നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ്? അല്ല, എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് മാറട്ടെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും പ്രഗ്നന്റ് കുഞ്ഞൊക്കെ ആയ ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഫാമിലിയുടെ ആ ഒരു കെയറും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരെ പോലെ നിങ്ങളും. അപ്പോൾ നിങ്ങൾക്കിപ്പം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളിതുപോലെ പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസാണ്. എത്രയൊക്കെ പറഞ്ഞാലും എല്ലാവർക്കും പറയുന്നതിനൊരു പരിധിയുണ്ട്. എനിക്കിപ്പം നിങ്ങളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ പോലും ഞാനും ചില കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അല്ല തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറിയിട്ട് എല്ലാവരും ഓക്കെ ആവട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇതും പോരാതെ കമൻറ്റ് ബോക്സിൽ കിടന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ഇവരെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് അവരുടെ കുഞ്ഞിനെ വരെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ടേ. എന്തും നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? കുറേ ആൾക്കാർ പറഞ്ഞു, നീ എന്താ ഇവിടെ വന്നിരുന്നിട്ട് വല്ലവരുടെ ലൈഫിനെ പറ്റിയിട്ട് നീ എന്തിനാ ഇവിടെ ചെക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്തിനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട സാധനങ്ങളൊക്കെ തന്നെ നമ്മളത് റിയാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മളല്ലാതെ കുറേ കാര്യങ്ങൾ ഇവർക്ക് വേദന ഉണ്ടാക്കുന്ന എന്തൊക്കെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റ് തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ കുഞ്ഞിനെ വരെ വെച്ചിട്ട് പറയാൻ നിങ്ങൾക്ക് എത്രമാത്രം അല്ലെങ്കിൽ എത്രത്തോളം സൈക്കോപാത്താണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരടുത്തും ആയിക്കോട്ടെ, വിമർശിക്കാം, എല്ലാം പറയാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അതൊരു അതിരുവിട്ട് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക. അത് പേഴ്സണലി നമ്മളെ ഒരുപാട് ഡ്രോമയിലാക്കാം, ഒരുപാട് വിഷമത്തിലാക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റിലൂടെ ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. പക്ഷെ അതുപോലും നേരാൻ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ചില സമയത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ വില്ലനാണ്. അത് വില്ലനായിട്ട് എത്രത്തോളം മാറി എന്നത് എൻ്റെ ഈ ഒരു ഇപ്പം ലൈഫിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്കത് ചെയ്യാം, ബട്ട് പറയുന്ന പോലെ അവരെ ഒരു ട്രോമയിലോട്ട് എത്തിക്കും, അത്രത്തോളം അവർക്ക് ഹേർട്ടാവും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് 2 വീഡിയോ ഇട്ടപ്പം ഇതിനകത്തോടാണെങ്കിലും എൻ്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എല്ലാം ഞാൻ തിരുത്തുന്നില്ല, പക്ഷേ നിങ്ങളെ വേദനിപ്പിച്ച കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഈവൻ തംബ്നെയിലാണെങ്കിൽ കൂടി. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ വളരെ സാഡിസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുള്ള ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാനിവിടെ തിരുത്തുകയാണ്. തിരുത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയത് ഇനി എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഹേർട്ടായി, അതിന് നിങ്ങൾ ഓവർകം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കതിൽ ജസ്റ്റ് എനിക്ക് പറയാവുന്ന മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സോറിക്ക് പോലും നിങ്ങളുടെ മുന്നിൽ ഒരു വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് സോറി. ഓക്കെ, പക്ഷേ ഞാൻ അപ്പോഴും ആലോചിക്കുന്നു, ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരോ, പിന്നീട് കുറേ ആൾക്കാർ വന്നിട്ട് എന്നെ വന്നിട്ട് കുറേ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇനി എന്താണ് നിങ്ങൾ പറയാൻ പോണത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇനി എൻ്റെ ലൈഫിലോട്ട് ഇനി എന്തെന്ന് എനിക്ക് ഒരു സ്റ്റക്കായി നിൽക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം. ഇനി എങ്ങോട്ട് ഏത് എന്നൊന്നും അറിയാതെ, അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്
അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ പുറത്തു നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം നടക്കുമ്പം അത് കൈകൊട്ടി ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ അനിയനാണ്. അപ്പം ഇതെന്ത് വന്നാലും അത് നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിൽ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല, ഇതൊക്കെ മാറും, ജീവിതം പഴയ പോലെയൊക്കെ ആവും. എന്നിട്ട് ഈ ചേട്ടൻ ഇതിൻ്റെ ഒപ്പം തന്നെ പറയുന്നുണ്ട് ഇവർക്കിപ്പം മറ്റൊരു റെൻ്റൽ ഹൗസ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അവർക്ക് മാറേണ്ട അത്രത്തോളം വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലത്തെ വഴക്കുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ റെഡി ആവുക. നമ്മൾ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഇട്ടാവട്ടത്ത് കുറച്ച് സമയം കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രമുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ഇട്ടാവട്ടം നമ്മൾ മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഇതൊക്കെ റെഡിയാവും, എന്തായാലും ശരിയാവും. പിന്നെ സോഷ്യൽ മീഡിയ ഫേസിൽ വന്നപ്പോഴത്തേക്കിനെ കുറച്ചുകൂടെ അധികം ആളുകൾ അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. കമൻ്റ് ഇടുന്ന ആൾക്കാരുടെയും വീഡിയോ കാണുന്ന ആൾക്കാരുടെ ഈ പറയുന്ന എൻ്റെ വീട്ടിലും ഒക്കെ ഉണ്ടാവാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. എല്ലാവരുടെയും ലൈഫിലൊക്കെ ഇതുപോലത്തെ ഓരോ മോശം അവസ്ഥയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു അപകടം ഉണ്ടാവാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങളിത് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നിരുന്നാലും ജസ്റ്റ് എൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇത് എടുത്തുകൊണ്ട് ജസ്റ്റ് പറയുകയാണ്. ഇതിനകത്തിൽ വലിയൊരു അപകടമായിട്ട് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കൊച്ചു ആ ചേട്ടനും ഈ പറയുന്ന പോലെ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിലോട്ട് ഇനി അവരൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ ആൾക്കാർ ഇനി അവരിലോട്ടും നേരെ പോയിട്ട് നിങ്ങളിവിടെ ഇറക്കി വിട്ടില്ലേ അവരെ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അതിപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പഴയ പോലെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ എനിക്കും പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുള്ള നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാരുടെ അടുത്താണ് പറയാനുള്ളത്. ഇത്രയും നമ്മുടെ ആ ഒരു ഫേസ് കഴിഞ്ഞു. ഇനി കമൻറ്റ് ബോക്സിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര തന്തയുണ്ട്? എനിക്കറിയാൻ മേലത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ലാസ്റ്റ് ഞാനിട്ട ഒരു വീഡിയോക്കകത്ത് വന്നിട്ട് ആദ്യം ഒരു 10,000 വ്യൂസ് എന്തോ കയറുന്ന ടൈമിൽ ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുള്ള ആൾക്കാർ പിന്നീട് ഞാൻ വീഡിയോ ഇട്ട ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാണ് ഇവരുടെ വീഡിയോ വരുന്നത്. അപ്പോഴത്തേക്കിന് ഈ ഇട്ട ആൾക്കാർ നല്ല തെറിവിളിയൊക്കെ ആയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇത്രയും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് നീ എന്താ കൊണയടിക്കുന്നത്, നിൻ്റെ തന്തട വകയാണോ അത് ഇതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ തന്നെ അല്ലേടെ ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് അവരുടെ ലൈഫിനെ ഇത്രയും ചെകഞ്ഞു കൊണ്ടിട്ട് നിങ്ങൾ ഇവരുടെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, അൺസബ്സ്ക്രൈബ് ചെയ്തു, മാങ്ങ ചെയ്യുവാണ്, തേങ്ങ ചെയ്യുകയാണ്, ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കമൻറ്റ് ബോക്സിൽ കിടന്ന് നിങ്ങളല്ലേ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കിടന്ന ആ കുഞ്ഞിനെ വരെ പറഞ്ഞ് അത്രയൊന്നും നമ്മളാരും ഇവിടെ കിടന്ന് ചെയ്തിട്ടില്ല. റിയാക്ഷൻ വീഡിയോസിൽ നിന്ന് ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. ഉള്ള തെമ്മാടിത്തരം മൊത്തം വിളിച്ച് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരാണ് നിങ്ങൾ. ആൻഡ് ഈ പറയുന്ന പോലെ എനിക്ക് വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ്, നിൻ്റെ തന്തട വകയാണ് SIT ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഇട്ടേക്കുന്നതാണ്. ഏതൊരുത്തിട്ടേക്കുന്നത് അവൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എടാ, നിൻ്റെ തന്ത ആരാന്ന് നിൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ രേഖകളിൽ ചേർത്തേക്കുന്ന ഒരു പേരുണ്ടായിരിക്കും. പക്ഷേ അതല്ല നിൻ്റെ തന്തയുടെ പേര്. കാരണം വെച്ചാൽ നീ എൻ്റെ വീട്ടിലോട്ടോ ഞാനാണെങ്കിൽ ഞാനൊരു രോമം ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞു തരാം, നീ പോയി ഒരു DNA ടെസ്റ്റ് എടുത്ത് നോക്ക്, ചിലപ്പോൾ ഞാനായിരിക്കും നിൻ്റെ തന്ത. ഓക്കെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഹെൽത്തി ആയിട്ട് നെഗറ്റീവ് കമൻറ്റ് നിങ്ങൾ ഇടണം, തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇമാതിരി തന്തയില്ലായ്മത്രം വിളിച്ച് പറയുന്നതിന് എന്താ പറയേണ്ടത്? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തന്തകിളി ആയതുകൊണ്ടാണ് ഇത് മാത്രം ഞാനിവിടെ വെച്ചത്. ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടേ. ഞാനിങ്ങനെ ആലോചിക്കും, നിങ്ങൾക്ക് ഈ എന്താ പറയുക അൺഹെൽത്തി ആയിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസിലൊക്കെ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, ഉറപ്പായിട്ട് നിങ്ങൾ പറയണം, നെഗറ്റീവ് പറയണം, ശരിയല്ലാന്ന് തോന്നുന്നു ശരിയല്ലാന്ന് തന്നെ നിങ്ങൾ പറയണം. പക്ഷേ ഈ പറയുന്നതിന്, ഈ അൺഹെൽത്തി ആയിട്ട് പറയുന്നതിന് ഞാൻ തിരിച്ച് ഇമാതിരി മറുപടിയേ ഞാൻ പറയുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് എനിക്ക് പറയാൻ അറിയാൻ മേലാച്ചിട്ടല്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങനെ വിടുകയാണ്. ഓക്കെ, കാര്യം ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ സാത്താൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിൽക്കേണ്ട റിയൽ ആയിട്ടുള്ള ഞാൻ സംസാരിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാൻ പോകില്ല, എന്നാലും ഞാൻ പേര് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പയ്യൻ വന്നിരുന്നിട്ട് കണ്ടാൽ വലിയ കുഴപ്പമില്ല, കണ്ടാൽ ഇച്ചിരി ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പണിയെടുക്കാനുള്ള ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പയ്യൻ വന്നിരുന്നിട്ട് ഞാൻ പരദൂഷണം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കേണ്ടി വരുന്ന ഒരു പയ്യൻ്റെ എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലൂടെ ആയിരിക്കും അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ ലൈഫിലൂടെ. ജോലി
ഇവിടെ കാര്യം കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ജൂലിയുടെ സാധനം ഞാൻ കുറേ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ജൂലിയുടെ പേരും പറഞ്ഞ് ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കുറച്ച് പ്രശ്നങ്ങൾ കാര്യം ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു തരാം. വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ, എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്, ഇവിടെ വീണ ജോർജും തോമസ് ഐസക് കൂടെ ജോലി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന വേറൊരു കോലാഹലത്തിൻ്റെ ഒരു സാധനം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാര്യം ഞാനും അതിനകത്തൊരു വിക്റ്റിമാണ്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പം എന്തായാലും തെറിവിളികൾ കേൾക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരികയാണ് ആ ഒരു പയ്യന്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങളെ എനിക്കങ്ങനെ ബോധിപ്പിക്കാനൊന്നുമില്ല. അപ്പം ഇത്രയും ഗതികെട്ടൊരു അവസ്ഥയിലൂടെ നമുക്കിത് ചെയ്യേണ്ടത് നമ്മുടെ ഗതികേടാണ്ട്രേ. ക്രിയേറ്റീവായിട്ട് വേറെ എന്തൊക്കെയോ ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, ഗതികേടാണ്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ആരൊക്കെയുണ്ട്. ചില ആളുകൾ കമൻറ്റിലൂടെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടു. അവരോടായിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ഈ കുണച്ച സാധനം ഇടുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ ഞാൻ കുണയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തേക്കുന്നൊരു സാധനമുണ്ട്, ഇത് കോമൺ മാൻ എന്ന് പറയുന്നത്. ആ കോമൺ മാൻ ഞാനാണ്, റിയൽ ഞാനാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ചേർത്ത് വെച്ചേക്കുന്ന ഒരു ബയോയിൽ കൊടുത്തേക്കുന്ന സാധനമാണ്. സാത്താൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ വീഡിയോക്കകത്തെല്ലാം പെർഫോം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ സാത്താൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു സാഡിസ്റ്റാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര മോശം ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തെറ്റല്ല, പക്ഷേ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ നിങ്ങൾ കാണുന്ന ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഒരു തെറ്റ് തന്നെയാണ്. ഓക്കെ, എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാനോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യത്തിൽ പോലും എന്തെങ്കിലും തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇതായിട്ട് പോവുകയാണെങ്കിൽ മാത്രം അത് ശരിയായാലും എന്ന് മാത്രം പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ മറ്റൊരാളുടെ ലൈഫിലോട്ട് ഇൻ്റർഫെയർ ചെയ്ത് അവരുടെ കാര്യങ്ങളെ പറ്റി എടുത്തു വെച്ച് സംസാരിക്കുന്നത് എൻ്റെ ഗതികേടാണ്ട്രേ. ഓക്കെ, ആ സംസാരിക്കുന്നത് സാത്താൻ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ മാത്രമാണ്, റിയൽ ആയിട്ടുള്ള ഞാനല്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇപ്പം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ആരും എൻ്റെ വീഡിയോസ് കാണണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യുമെന്നോ ഞാൻ എവിടെയും വന്ന് പറയാറില്ല. നിങ്ങളുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേർത്തായിട്ട് തോന്നിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അല്ലേ? അതെനിക്ക് എവിടെയൊക്കെ തോന്നിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ സാധനങ്ങൾ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കമൻറ്റ് ബോക്സിൽ വന്ന കുണയാണ്, മാങ്ങയാണ്, തേങ്ങ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണ്. ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് മാത്രമേ എടുക്കാൻ കഴിയുന്നുള്ളൂ. നല്ല വേറെ കുറച്ച് ടോപ്പിക്സ് എടുത്ത് സംസാരിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, അതിന് റീച്ചില്ല, പൈസ കിട്ടൂല, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. എനിക്ക് ആൾക്കാരുടെ അടുത്ത് നല്ല വായ്ത്താളം അടിച്ച് കയ്യടി വാങ്ങാനും അറിയാം, ഇതുപോലെ തെറിവിളി കേട്ടിട്ട് പൈസ ഉണ്ടാക്കാനും അറിയാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ ആരെയും എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ കമ്പലോ കാര്യങ്ങളൊന്നും ഞാൻ എന്താ പറയുക വാശി പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കാണാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർ മാത്രം കാണുക. അല്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.